ഹരിയോടൊപ്പത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പുതുതലമുറയുടെ ചിന്ത തീരെ മനസ്സിലാകുന്നില്ല എന്ന് പരാതി പറയുന്ന മാതാപിതാക്കളെയാണ് കൂടുതലും കാണാൻ കഴിയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ ന്യൂജൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം നമ്മളും അനുഭവിച്ചിട്ടില്ലേ? അതായത് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ തലമുറകളുടെ മാറ്റം എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ കാരണവന്മാർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നുവെന്ന് നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കുറേ കാലമെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് നമ്മളെ അറിയിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അവരൊരിക്കലും എല്ലാ കാര്യങ്ങളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനത്തെക്കാളും കൂടുതൽ നമുക്ക് അന്നും ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കിയിരുന്നത്, നമ്മുടെ ചെറുപ്പത്തിൽ നോക്കിയിരുന്നത് അന്നത്തെ അറിയുന്നതിനേക്കാളും കൂടുതലുള്ള ലോകത്തെ മറ്റു കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത്. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതിനപ്പുറത്തേക്ക് തൊട്ട് അയലത്തെ വീട്ടിൽ നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അയൽ നാട്ടിൽ നിന്ന് പഠിക്കാനോ ആണ്, മനസ്സിലാക്കാനാണ് ആ തലമുറയിൽ നമ്മൾ ചിന്തിച്ചിരുന്നത്. ഇന്നത്തെ തലമുറ എത്ര മാറിയിരിക്കുന്നു! കാരണം നമ്മൾ അതേപടി കാരണവന്മാരായി മാറിക്കഴിഞ്ഞപ്പോൾ, നമ്മൾക്ക് കുട്ടികളുണ്ടായപ്പോൾ നമ്മൾ പറയുന്നു നമ്മളും ആ കുട്ടികളും തമ്മിൽ വളരെയധികം പ്രശ്നമുണ്ട്. നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അനുഭവിച്ചിരുന്ന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ അറിയിച്ചിട്ടില്ല. നമ്മുടെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് നടന്നു പോകേണ്ടിയിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു പോക്കറ്റ് മണി ഉണ്ടായിരുന്നില്ല. മിഠായി വാങ്ങാൻ പോലും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പോക്കറ്റ് മണി കൊടുത്ത് നമ്മൾ സ്കൂൾ ബസ്സിൽ നമ്മൾ സ്കൂളിലെത്തിക്കുന്നു. അവർക്ക് എന്താവശ്യം പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കത് ലഭിച്ചിരുന്നില്ല എന്നുള്ള തോന്നൽ നമ്മളിങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവർക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇല്ലായ്മ എന്നുള്ള സാധനത്തെയാണ്, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്കിത് വേണമായിരുന്നല്ലോ, ഇതറിഞ്ഞ് അച്ഛൻ തന്നിട്ടില്ല, ഇതറിഞ്ഞ് എൻ്റെ അമ്മ തന്നിട്ടില്ല, എന്നെ സഹായിക്കാൻ അച്ഛൻ നോക്കിയിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് അച്ഛന് മനസ്സിലാവില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞതെല്ലാം ഇന്ന് കുട്ടികൾക്ക് കൊടുത്തു. ആ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ കൊടുത്തതൊന്നും അന്ന് നമുക്ക് വേറുന്നുണ്ട്. നമുക്ക് ഒരു ഐസ് മേടിക്കണമായിരുന്നെന്നും ഒരു മിഠായി മേടിക്കണം നമുക്ക് മോഹമുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കേണ്ടതെന്നാണ് ചോദിച്ചത്. പക്ഷേ നമുക്ക് സ്കൂളിൽ പോകാൻ ഒരു ബാഗ് വേണമെന്നോ അല്ലെങ്കിൽ പെൻസിൽ വേണമെന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല. ഇതേപടി അന്ന് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് നമ്മൾ കുട്ടികളോട് പറയുക, നിനക്ക് ഞാൻ എല്ലാം തന്നില്ലേ ചോദിക്കുക. അപ്പോൾ കുട്ടി പറയുന്നത് എന്താണ്? എനിക്ക് എന്താണ് തന്നിട്ടുള്ളത്? എൻ്റെ ആവശ്യം എന്താ നിങ്ങൾ ചെന്നിട്ടുള്ളത്? അല്ല, നിനക്ക് ഞാൻ പൈസ തന്നിട്ടില്ലേ, നിനക്ക് ഞാൻ എന്താ പറയുക, നല്ല യൂണിഫോം വാങ്ങി തന്നില്ലേ, സ്കൂൾ ബസ്സിൽ വിട്ടില്ലേ? അതാണോ വലിയ കാര്യം? ഇത് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ? എൻ്റെ യഥാർത്ഥത്തിൽ ആവശ്യം എന്തായാലും നിങ്ങൾക്കറിയും. അടുത്ത തലമുറ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇത് നാളെയും തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം ഇതിനകത്ത് കാരണം എന്താണ്? നമ്മുടെ അറിവ് നമ്മുടെ കാലഘട്ടത്തിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മുടെ കുട്ടികൾ എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഇപ്പോഴാണ് അവരാരംഭിച്ചത്. ഇന്നലെയിൽ നിന്നല്ല അവരാരംഭിച്ചത്. ഇന്നലെ നമ്മളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നാണ് കുട്ടികൾ ആരംഭിച്ചത്. കുട്ടികൾ ആരംഭിക്കുമ്പോൾ എന്താണ് കണ്ടു വളർന്നത്? ഇന്നത്തെ സാഹചര്യവും നാളത്തെ പ്രതീക്ഷകളുമാണ് അവർ കണ്ടുവന്നത്. ഇന്നലെ എന്നുള്ളത് ആ കുട്ടികളുടെ അല്ല, അത് നമ്മുടെയായിരുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇന്ന് ഇവിടെ വരെ എത്താനായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. ഇന്ന് ഈ കാണുന്നതെല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് കുറച്ച് മുകളിലാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കാണുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചറുകളും ഇന്ന് കഴിഞ്ഞ ഈ സൗകര്യങ്ങളും ഇന്ന് എനിക്ക് പണിയാൻ കഴിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് പണിയാൻ കഴിഞ്ഞ ഒരു വീടും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞ കാറും ഒക്കെ നമ്മുടെ പ്രതീക്ഷയുടെ വളരെ വളരെ അപ്പുറയാണ്. നമ്മുടെ ചെറുപ്പത്തിൽ ഇത്രയും നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചിട്ടേയില്ല. അതേപടി ഇന്നത്തെ നമ്മുടെ കുട്ടി സ്വാഭാവികമായിട്ടും ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇതിന് മുകളിലേക്കല്ലേ ചിന്തിക്കുള്ളൂ. ഇന്ന് അവൻ ഈ വീടുണ്ട്, അവൻ ഈ വീട്ടിൽ അവൻ തൃപ്തിപ്പെടാൻ അവൻ തയ്യാറായി എന്ന് വരില്ല. അവൻ ഇന്ന് ഈ വാഹനമുണ്ട്, ആ വാഹനത്തിൽ തൃപ്തിപ്പെടാൻ അവൻ തയ്യാറായി എന്ന് വരില്ല. അവൻ്റെ ചിന്തകൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞത് 20 വർഷത്തേക്ക് അപ്പുറത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കാം അവൻ സ്വപ്നം കാണുന്നത്. അവനും തീർച്ചയായിട്ടും നാളെയും പ്രായമാവും. അവനും ആ 20 വർഷം 30 വർഷം കഴിയുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും.
ആ കുട്ടി ഉണ്ടാവുമ്പോൾ അവൻ വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം തിരിച്ച് ഇതേപടി അവനോടും സംസാരിക്കും, അവൻ്റെ കുട്ടിയും അവനോട് ചോദിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഒരു റിലേയിൽ ബാറ്റൺ കൈമാറണ പോലെയാണ്. ഒരു റിലേയുടെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ അതിൻ്റെ അടുത്ത പോയിന്റിലേക്കുള്ള ദൂരത്തെപ്പറ്റി നമുക്ക് കൃത്യമായ നിശ്ചയമില്ല. ആ ബാറ്റൺ വരുമ്പോൾ അവരുടെ ചില ചിന്തകളെ നമ്മൾ മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് അവരെ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവർ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നുള്ളതിനേക്കാളൊക്കെ ഇത് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പാകത്തിനുള്ള നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം നമുക്ക് ഇന്നത്തെ കുട്ടികളുടെ കൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ അവരുടെ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയുള്ള പഠനം നമ്മളും ചെയ്തേ മതിയാവുള്ളൂ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രായം മുകളിലേക്ക് പോകുന്നതിന് പകരം ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ നാളെ നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾക്ക് അനുസരിച്ച് പ്രായത്തെ മനസ്സുകൊണ്ടെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക. അതിനാവശ്യമുള്ള നോളജ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ നമുക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത് വരില്ല. 90 വയസ്സായ ഒരാളും ഇന്നത്തെ 20 വയസ്സായ ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ 20 വയസ്സായ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് 90 വയസ്സുകാരന് സംസാരിക്കാൻ പറ്റിയാൽ ആ കുട്ടി 90 വയസ്സുകാരനെ അംഗീകരിക്കും. നേരെ തിരിച്ച് ഞാൻ 90 വയസ്സായ ആളാണ്, നീ അത് കേൾക്കണമെന്ന് പറഞ്ഞാൽ താൻ പോടോ കിഴവ എന്നായിരിക്കും ഒരുപക്ഷെ ആ കുട്ടി മറുപടി പറയുണ്ടാവുക. അപ്പോൾ നമ്മൾ മാറേണ്ടത് നാളത്തെ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്കാണ്. അവരുടെ പ്രായത്തിലേക്ക് നമ്മുടെ ശരീരം പ്രായം കൂടട്ടെ, മനസ്സ് ഓരോ ദിവസവും പ്രായം കുറച്ചു കൊണ്ടുവരട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വളരെ വളരെ എളുപ്പമായിരിക്കും. ഹരി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇന്നത്തെ തലമുറ നമ്മൾ ഉപദേശിക്കുമ്പോൾ ക്രിഞ്ചാണെന്നും അല്ലെങ്കിൽ 2025 എന്നൊക്കെ നമ്മളോട് തിരിച്ചു പറയുമ്പോൾ നമ്മുടെ മുൻ തലമുറ നമ്മളോട് പറയുമ്പോൾ നമുക്കത് തുറന്നു പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അന്ന് നമ്മളത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു എന്ന് ഉള്ളൊരു വ്യത്യാസം മാത്രമാണ്. നമ്മുടെ കാലഘട്ടത്തിലൊന്നും നമുക്ക് ഭയമായിരുന്നു കാർന്നവന്മാരോട് നമുക്ക് സംസാരിക്കാൻ. കാരണം ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അവസരമില്ല. ഇന്ന് നമ്മൾ അങ്ങനെ വളർത്തുന്നില്ല. അതുതന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു ചേഞ്ചാണ്. കാരണം നമുക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത അവസരം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ആ ഭയമില്ലാതെ അവരെ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. പക്ഷേ ഇനിയും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായേ മതിയാവുള്ളൂ. കാരണം അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ നമുക്കും ഇവിടെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.